എന്നത്തെയും പോലെയല്ല ഇന്ന് ആ പുൽമൈതാനങ്ങളിലെ കാറ്റ് വീശുന്നത്. നീണ്ട മുടിയും മെലിഞ്ഞുണങ്ങിയ ശരീരവുമായി ഒരു ജനതയെ 1.5 പതിറ്റാണ്ടോളം മയക്കിയ ആ 10ാം നമ്പറുകാരൻ ലൂക്ക മോഡ്രിച്ച്, അഥവാ ഫുട്ബോൾ ആരാധകരുടെ ലുക്കിറ്റ, ലോകകപ്പിന്റെ വലിയ വേദികളോട് വിട പറയുകയാണ്. പോർച്ചുഗലുമായുള്ള മത്സരത്തിന്റെ അവസാന മിനിറ്റും കഴിഞ്ഞപ്പോൾ ടൊറന്റോയിലെ പൊച്ചപ്പുൽ മൈതാനങ്ങൾക്ക് മീതെ അയാൾ നടുവീർപ്പോടെ ഒറ്റയ്ക്ക് നിന്നു. ആ കണ്ണുകൾ വിതുമ്പുന്നുണ്ടാവും. ഒടുവിൽ ക്രിസ്ത്യാനോയുടെ ഹൃദയം തൊട്ട ആലിംഗനവും വാങ്ങി മോഡ്രിച്ച് മടങ്ങുമ്പോൾ ലോക ഫുട്ബോളിന് അവിടെ നഷ്ടമാകുന്നത് ഒരു നിസ്തുല ഇതിഹാസത്തെയാണ്. സാക്രബിൽ തുടങ്ങി മാഡ്രിഡിന്റെ വെള്ള പുതച്ച മൈതാനങ്ങളെ ഒരു ദശാബ്ദക്കാലം അതിശയിപ്പിച്ച ആ കരിയറിന് പിന്നിൽ കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും വലിയൊരു കഥകളുണ്ടായിരുന്നു. ഒരു കയ്യിൽ പന്തും ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി അവൻ താണ്ടിയ ദൂരങ്ങൾക്കായി യുദ്ധത്തിന്റെ കനൽ മണമുണ്ടായിരുന്നു. 1985 സെപ്റ്റംബർ 9 ക്രൊയേഷ്യയിലെ സദാർ പട്ടണത്തിലാണ് ലൂക്കയുടെ ജനനം. ബോസ്നിയൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണത്. 6ാം വയസ്സിൽ യുദ്ധത്തിൽ സ്വന്തം മുത്തശ്ശനെ നഷ്ടപ്പെട്ടു. പിന്നീട് വളർന്നത് അഭയാർത്ഥി ക്യാമ്പിലെ പട്ടിണിയിലും കഷ്ടപ്പാടിലുമായിരുന്നു. ഒരു ബുള്ളറ്റ് വേഗതയിലാണ് അന്ന് ലൂക്കയുടെ ലോകമാകെ മാറിമറിഞ്ഞത്. ആ നൊമ്പരപ്പെടുത്തുന്ന കാലത്തും ആ കുഞ്ഞു ലൂക്കക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് കാൽപന്ത് മാത്രമായിരുന്നു. യുദ്ധം ബാക്കി വെച്ച തെരുവുകളിലും പാർക്കിംഗ് ഏരിയകളിലും ആ കുഞ്ഞു കാലുകൾ പന്തിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു. 2018 ലയോണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും പിന്നിലാക്കി അന്ന് ലോകത്തിലെ സുവർണ സിംഹാസനം തേടി വന്നത് ലൂക്കയായിരുന്നു. അവിടെയും അയാൾ നിർത്തിയില്ല. വർഷങ്ങൾക്കിപ്പുറം ഖത്തർ ലോകകപ്പിലും തൻ്റെ രാജ്യത്തിന് 3ാം സ്ഥാനം നേടിക്കൊടുത്ത 40ന്റെ നിറവിലും മൈതാനത്ത് അയാൾ നടത്തിയ ആ ഓട്ടങ്ങൾക്ക് ഒരു പോരാട്ട വീര്യത്തിൻ്റെ കഥയുണ്ട്. നന്ദി ലൂക്ക, അസാധ്യമായതിനെ സാധ്യമാക്കിയതിന്. ഈ ഭൂമിയിൽ തുകൽ പന്തുരുളുന്ന മൈതാനങ്ങളിൽ ഒരു കാലത്തും താങ്കളെ മറക്കുകയില്ല. പ്രതിഭയും കഠിനാധ്വാനവും കൊണ്ട ചരിത്രം തിരുത്തിക്കുറിച്ച മധ്യനിരയിലെ ജനറലിനെ കാലം ലൂക്ക മോഡ്രിച്ച് എന്ന പേരിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നന്ദി ലൂക്ക, ആ മനോഹരമായ കാൽപന്ത് കവിതക്ക്.